ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. ടോബി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ച അംഗൻവാടി ടീച്ചർ സുമതി ടീച്ചറിനെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവുമോ? അതായത് ഏത് അധികൃതർ അവിടേക്ക് ആളുകൾക്ക് എത്താനാകുന്നില്ല, അതിന് കുറച്ചപ്പുറമായ ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനാവില്ലല്ലോ ഇനി എന്താണ് അടുത്ത സമയം വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ടീച്ചറെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടി. രണ്ട്, ഈ പറയുന്നത് പോലെ ഷോൺ പറഞ്ഞതുപോലെ ഈ മീനച്ചിലാറ്റിൽ അപകടകരമായ രീതിയിൽ വെള്ളം ഉയരുന്നു. അത് ഒരു മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ കോട്ടയം മേഖലകളിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം, നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ അവിടെ നിന്ന് മാറാനുള്ള സാധ്യതകളും കൂട്ടുമല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായിട്ടും സുമതി ടീച്ചറാണ് നമ്മൾ രാവിലെ ഈ വിവരം അറിയിക്കുന്നത്. അവർ രാവിലെ വിളിച്ചപ്പോൾ തന്നെ വലിയ ഭയപ്പാടിലായിരുന്നു. എന്തായാലും അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ ഒരു പ്രദേശത്ത്, അതായത് തീക്കോയി പഞ്ചായത്തിന്റെ 4-ാം വാർഡാണ്, അതിന്റെ ടീച്ചറിന്റെ വീടിരിക്കുന്നതിന്റെ സമീപത്ത് തന്നെ ഏകദേശം 5ഓളം ഉരുൾപൊട്ടിയതെന്നാണ്. നമുക്ക് ആ സമയത്ത് അത് ഉരുൾപൊട്ടലെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് അവിടെയുള്ളവർക്കൊക്കെ അറിയാം, വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത് അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ചെറിയ ഉരുളുകളാണ് പൊട്ടിയതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായി പല സ്ഥലങ്ങളിലും തീക്കോയി ഭാഗത്ത് ഉരുൾപൊട്ടി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ടീച്ചറിനെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ നമുക്കും ഇടപെട്ട് ചെയ്യാൻ സാധിക്കും. അതോടെ ടീച്ചർ മാത്രമല്ല, ആ സമീപത്ത് കുറെ വീടുകളുണ്ട്, പല വീടുകളിലും മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ വഴിയിൽ നിർത്തിയിട്ട വാഹനങ്ങൾ ഒഴുകിപ്പോയതായിട്ടുള്ള വിവരമുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടേക്ക് എത്തിയാൽ മാത്രമേ ഫയർഫോഴ്സിനും പോലീസിനും അല്ലെങ്കിൽ മറ്റ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോലും നമുക്ക് വരെ പാല വരെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഈ മൂന്നാനി ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി റോഡിലേക്ക്, അതായത് പ്രധാന റോഡിലേക്ക് പോലും യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഷോൺ പറഞ്ഞതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇപ്പം പാലായിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കോട്ടയം നഗരത്തിന്റെ ഭാഗത്തേക്കും വെള്ളം വരുന്ന ഒരു 3-4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മീനച്ചിലാറിന്റെ രണ്ട് വശങ്ങളിൽ ഇരു കരകളിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടെയുള്ള ഒരു പ്രദേശവാസി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത്രയും പെട്ടെന്ന് വെള്ളം കയറുന്ന ആദ്യമായിട്ടല്ലേ? ഇപ്പം അവിടെ മഴ പെയ്ത് 3 മണിക്കൂർ കൊണ്ട് ഇവിടെ വെള്ളം വന്നുവെങ്കിൽ സ്ഥിതിഗതി അല്പം മോശമല്ലേ? ഇവിടെയൊക്കെ സാധാരണ വെള്ളം കയറുന്നതാണെങ്കിലും പെട്ടെന്ന് വെള്ളം കയറിയെന്ന് തോന്നുന്നുണ്ടോ? പെട്ടെന്നായിട്ട് വെള്ളം കയറിയതായിട്ട് അറിയാൻ കഴിയുന്നത് നേരം നമ്മൾ പലരും വിളിച്ചു പറഞ്ഞു, സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞത് തീക്കോയി ഭാഗത്ത് അതുപോലെ മറ്റുള്ള വാഗോൺ ഏരിയയിലൊക്കെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത്. കുറേ ഉരുൾ പൊട്ടിയിട്ടുള്ള അറിയാം. 1-2 പേരെ കാണാതായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടില്ല, അറിയത്തില്ല. ഇപ്പൊ തന്നെ പറങ്ങാനം ഏരിയയെല്ലാം വെള്ളത്തില് വട്ടോളിക്കടവ് പാലം ഒക്കെ വെള്ളത്തിനടിയിലായിട്ടാണ് പറയുന്നത്. ഈ പേട്ടയെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയ്ക്കുള്ള മെയിൻ റോഡല്ലേ ഇത്? പാലാ പേട്ട റോഡാണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.